നമസ്കാരം. ലോകം ഒരിക്കൽ കൂടി യുദ്ധത്തിൻ്റെ നിഴലിലാവുന്നു എന്നുള്ളത് വളരെയേറെ ആശങ്കയോടെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നാം നടപടി തുടങ്ങി എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്, സ്വാഗതാർഹമാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എന്നും മുന്നിലാണ് എന്ന് കഴിഞ്ഞ 5 വർഷക്കാലം ആ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയും. പ്രധാനമന്ത്രിക്ക് നമ്മുടെ പൗരന്മാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനമാണ്. മറ്റൊന്ന്, കൊച്ചു രാജ്യങ്ങളുമായി പോലുമുള്ള നമ്മുടെ സർക്കാരിൻ്റെ സൗഹൃദം ഇത്തരം സന്ദർഭങ്ങളിൽ തുണയാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അർമേനിയ വഴിയാണ് നമ്മുടെ ആളുകളെ നമ്മൾ ഒഴിപ്പിക്കുന്നത്. ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള സൈനിക നയതന്ത്ര സഹകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന ശേഷം വളരെയേറെ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിലെ യുദ്ധഭൂമിയിൽ നിന്ന് നമ്മുടെ പൗരന്മാരെ വേഗത്തിൽ അതിർത്തി കടത്താൻ സാധിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായ നയതന്ത്ര ദൗത്യത്തിൽ ചില ആളുകളൊക്കെ ചോദിച്ചിരുന്നു, എന്തിനാണ് ചില ചെറു രാജ്യങ്ങളിലൊക്കെ സംഘം പോകുന്നത്? ഇതൊക്കെയാണ് അതിൻ്റെ കാരണം. എന്തായാലും യുദ്ധ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. G7 ഉച്ചകോടിയിൽ ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നത് US ഇറാൻ ആണവ കരാർ ഒരു ശുഭസൂചന നൽകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ആശങ്ക. അത് ശരിവെക്കുന്നതാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കണ്ടെത്തൽ. ആണവോർജ ഏജൻസിയുടെ പരിശോധനയോട് ഇറാൻ സഹകരിക്കുന്നില്ല എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇതെല്ലാം നിലനിൽക്കുമ്പോഴും കേരളത്തിൽ ചേരിതിരിഞ്ഞ് നാം ഇരു രാഷ്ട്രങ്ങളുടെയും പേരിൽ ഏറ്റുമുട്ടുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ വെക്കുന്നത് നന്നാവും. ഈ 2 രാജ്യങ്ങളുമായും നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇസ്രായേൽ നമ്മുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യരാജ്യങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ചും പ്രതിരോധ സാമഗ്രികളുടെ ഇടപാടിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാടുകളിലൊന്ന് ഇസ്രായേലുമായിട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് 2017. പ്രധാനമന്ത്രി നെതന്യാഹു നേരിട്ട് വിമാനത്താവളത്തിലെത്തിയാണ് അന്ന് നരേന്ദ്രമോദിജിയെ സ്വീകരിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതുവരെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചിട്ടുള്ളത് US പ്രസിഡൻറ്റിനെയും മാർപ്പാപ്പയെയും മാത്രമാണ്. അതിനു മുൻപ് കാർഗിൽ യുദ്ധത്തിൽ നമ്മളെ സഹായിച്ചത് ഇസ്രായേൽ സാങ്കേതികവിദ്യയാണ് എന്നത് നമുക്കൊരിക്കലും മറക്കാനാവില്ല. അത്യാധുനിക പ്രതിരോധ ടെക്നോളജി കൈവശമുള്ള അമേരിക്ക അന്ന് സഹായിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈവിട്ടുകൊണ്ട് അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ സഹായത്തിനെത്തിയത് ഇസ്രായേലാണ്. അതായത് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളിൽ ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ഭീകരവാദികൾ ആ രാജ്യത്തിന് മേൽ നടത്തുന്ന കടന്നാക്രമണങ്ങളെ നമ്മൾ എതിർക്കുന്നത്. എന്ന് വെച്ച് ഗാസയിൽ വംശഹത്യ നടത്തുന്നതിനോട് നമുക്കൊരു യോജിപ്പുമില്ല. ഇസ്രായേലും പലസ്തീനും ഈ 2 രാഷ്ട്രങ്ങളും നിലനിൽക്കുക എന്നുള്ള ആ പരിഹാരം എത്രയും സമാധാനപരമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഇനി ഇറാൻ്റെ കാര്യമെടുത്താൽ മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശന കവാടമാണ് ഇറാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷമാണ് ഇറാനിലെ ചാബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് നമുക്ക് കിട്ടിയത് 10 വർഷക്കാലത്തേക്ക്. ആദ്യമായിട്ടാണ് ഒരു വിദേശ തുറമുഖത്തിൻ്റെ ആ നടത്തിപ്പിൻ്റെ ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഇത് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനുമൊക്കെ പ്രധാന റോൾ വഹിക്കുന്ന ഒരു തുറമുഖമായിരിക്കും ചാബഹാർ. മാത്രവുമല്ല, ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, ആ സാമ്പത്തിക ഇടനാഴിയെ വെല്ലുവിളിക്കാൻ നമുക്ക് ചാബഹാറിലൂടെ സാധിക്കും. മറ്റൊരു പ്രശ്നം, മധ്യപൂർവ്വ ദേശത്ത്
ഉണ്ടാകുന്ന ഏത് സംഘർഷവും എണ്ണവിലയെ സ്വാധീനിക്കും എന്നുള്ളതാണ്. നമ്മുടെ 80% ക്രൂഡ് ഓയിൽ, ആ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി ഈ മേഖലയിൽ നിന്നാണ്. ഇതിനെല്ലാറ്റിനും ഉപരിയായിട്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ സമാധാനവും സ്ഥിരതയും ഉണ്ടാകേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഏറെ അനിവാര്യമാണ്. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ആയാലും യുദ്ധത്തിനായല്ല, സമാധാനത്തിനായി നമുക്ക് ആഹ്വാനം ചെയ്യാം. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, ദിസ് ഈസ് നോട്ട് എൻ എറ ഓഫ് വാർ, ദിസ് ഈസ് എൻ എറ ഓഫ് ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി.